നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. അസം പോലീസിന്റെ SIT അന്വേഷണത്തിൽ ജോർഹട്ട് MPയും പ്രതിപക്ഷ കോൺഗ്രസ് പാർട്ടിയുടെ ഉപനേതാവുമായ ഗൗരവ് ഗൊഗോയും അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷ് ഭാര്യ എലിസബത്ത് കൗൾബേർഡിനും പാകിസ്ഥാൻ സർക്കാരുമായും അവരുടെ ഏജൻസികളുമായും ഗുരുതരമായ ബന്ധമുണ്ടെന്ന് കണ്ടെത്തി. ഇത് നേരത്തെ തന്നെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരുന്നതാണെങ്കിലും ഇപ്പോൾ തെളിവുകളോടുകൂടിയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പാർലമെന്റ് അംഗമാകുന്നതിനു മുമ്പും പിതാവ് അസം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ക്ഷണപ്രകാരം 2013 ഗൗരവ് ഗൊഗോയ് പാകിസ്ഥാൻ സന്ദർശിച്ചതായി ദിസ്പൂരിൽ ഒരു പത്രസമ്മേളനത്തിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. ഗൗരവ് ഗൊഗോയ് പാകിസ്ഥാനിൽ 10 ദിവസം താമസിച്ചു. ബ്രിട്ടീഷ് ഭാര്യയുമൊത്തുള്ള അദ്ദേഹത്തിന്റെ പാകിസ്ഥാൻ സന്ദർശനം ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ല. ഗൊഗോയും ഭാര്യയും അട്ടാരി അതിർത്തി വഴി പാകിസ്ഥാനിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ വിസ തുടക്കത്തിൽ ലാഹോർ വരെ മാത്രമായിരുന്നു. എന്നാൽ പാകിസ്ഥാനിൽ പ്രവേശിച്ചതിനു ശേഷം ഗൗരവ് ഗൊഗോയ്ക്ക് ഇസ്ലാമാബാദും കറാച്ചിയും സന്ദർശിക്കാൻ പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രാലയം ഒരു പ്രത്യേക കത്ത് വഴി അനുമതി നൽകി. 2014 ഗൗരവ് ഗൊഗോയ് MP ആയിരുന്നപ്പോൾ ഇന്ത്യയുടെ സുരക്ഷ, സൈനിക, ആണവ ഇൻസ്റ്റലേഷനുകൾ എന്നിവയെക്കുറിച്ച് നിരവധി സെൻസിറ്റീവ് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഇന്ത്യൻ സൈനിക ഹാർഡ്വെയർ, ആയുധങ്ങൾ, സുപ്രധാന ഇൻസ്റ്റലേഷനുകൾ, ആണവ പ്ലാന്റുകൾ, ജലനയം, പടിഞ്ഞാറൻ മുന്നണി യുദ്ധ തയ്യാറെടുപ്പ്, വ്യോമസേന ഇൻസ്റ്റലേഷൻ, യുറേനിയം പ്ലാന്റുകൾ തുടങ്ങിയവയെക്കുറിച്ചെല്ലാം ഗൗരവ് ഗൊഗോയ് ചോദ്യങ്ങൾ ചോദിച്ചതായി മുഖ്യമന്ത്രി ശർമ്മ വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറുടെ ഓഫീസിൽ ഇന്ത്യൻ സർക്കാർ ചാരപ്പണി നടത്തുന്നുണ്ടോ എന്ന ചോദ്യവും അദ്ദേഹം ചോദിച്ചിരുന്നു. ഗൗരവ് ഗൊഗോയ് 10 ദിവസമായി പാകിസ്ഥാനിൽ എന്താണ് ചെയ്യുന്നതെന്ന് പരസ്യമാക്കാത്തതും പാകിസ്ഥാനിൽ താമസിക്കുന്ന സമയത്ത് അദ്ദേഹം ഡിജിറ്റൽ നിശബ്ദത പാലിച്ചത് എന്തുകൊണ്ടാണെന്നും മുഖ്യമന്ത്രി ശർമ്മ ചോദിച്ചു. ഗൗരവ് ഗൊഗോയ് 2022 മകന്റെ ഇന്ത്യൻ പാസ്പോർട്ട് തിരികെ നൽകിയതായും ഭാര്യയും മകളെയും പോലെ ബ്രിട്ടീഷ് പാസ്പോർട്ട് തെരഞ്ഞെടുത്തതായും മുഖ്യമന്ത്രി ശർമ്മ പറഞ്ഞു. പാസ്പോർട്ട് മാറുന്നതിനിടെ ഗൗരവ് ഗൊഗോയ് തന്റെ കുട്ടികളുടെ മതം ക്രിസ്തു മതത്തിലേക്ക് മാറ്റിയതായും മുഖ്യമന്ത്രി പരാമർശിച്ചു. ഗൗരവ് ഗൊഗോയുടെ ഭാര്യ എലിസബത്ത് കൗൾബേർഡിന് പാകിസ്ഥാൻ അധികൃതരുമായി ദീർഘകാലവും ഗൗരവമേറിയതുമായ ബന്ധമുണ്ട്. അസം പോലീസ് SIT അന്വേഷണത്തിൽ എലിസബത്ത് ISI പിന്തുണയുള്ളതും പാക് പൗരനായ അലി തൗഖീർ ഷെയ്ഖ് നിയന്ത്രിക്കുന്നതുമായ ലീഡ് പാകിസ്ഥാനിലെ ജീവനക്കാരിയാണെന്ന് കണ്ടെത്തി. 2011-12 കാലയളവിൽ ലീഡ് പാകിസ്ഥാന്റെ കീഴിൽ 1 വർഷം ഇസ്ലാമാബാദിൽ ജോലി ചെയ്തിരുന്ന അവർ ഇന്ത്യ വിരുദ്ധ പാകിസ്ഥാൻ പൗരനായ അലി തൗഖീർ ഷെയ്ഖിൽ നിന്ന് പരിശീലനവും നേടി. 2013 സെപ്റ്റംബറിൽ ഗൗരവ് ഗൊഗോയെ വിവാഹം കഴിച്ച അവർ 2012 ലീഡ് ഇന്ത്യയിലേക്ക് സ്ഥലം മാറി. ഇന്ത്യയിൽ ജോലി ചെയ്യുമ്പോഴും എലിസബത്തിന് പാകിസ്ഥാനിൽ നിന്ന് 2.50 ലക്ഷം രൂപ ശമ്പളം ലഭിച്ചു. ഇന്ത്യൻ FCRA നിയമപ്രകാരം ഒരു ഇന്ത്യൻ NGO പാകിസ്ഥാനിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കുന്നത് അനുവദനീയമല്ല. എന്നാൽ UPA സർക്കാരിന്റെ കാലത്ത് ലീഡ് ഇന്ത്യക്ക് പാകിസ്ഥാനിൽ നിന്ന് നേരിട്ട് ഫണ്ട് സ്വീകരിക്കുന്നതിന് ഒരു പ്രത്യേക വ്യവസ്ഥ ഏർപ്പെടുത്തിയിരുന്നു. ഈ കാലയളവിൽ ലീഡ് ഇന്ത്യക്ക് പാകിസ്ഥാനിൽ നിന്ന് 91 ലക്ഷം രൂപ ലഭിച്ചു. അതിൽ 82.50 ലക്ഷം രൂപ ഗൗരവ് ഗൊഗോയുടെ ഭാര്യ എലിസബത്ത് കൗൾബേർഡിന് ശമ്പളമായി നൽകി. ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്നുവെങ്കിലും പാകിസ്ഥാൻ അധികാരികളും ISIയുടെ അടുത്ത സഹായിയുമായ അലി തൗഖീർ ഷെയ്ഖാണ് അവരെ നിയന്ത്രിച്ചിരുന്നതെന്നും പറയപ്പെടുന്നു. എലിസബത്ത് കൗൾബേർഡ് ഇന്ത്യയിൽ നിന്ന് നിരവധി സെൻസിറ്റീവ് രേഖകളും റിപ്പോർട്ടുകളും തന്റെ പാകിസ്ഥാൻ ഹാൻഡിലർമാർക്ക് അയച്ചിരുന്നു. പാകിസ്ഥാനിലേക്കുള്ള അത്തരം 45 പേജുള്ള റിപ്പോർട്ടുകളിലൊന്നിൽ പ്രധാനമന്ത്രി മോദി അധികാരത്തിൽ വന്നതിനു ശേഷം ലീഡ് ഇന്ത്യക്ക് ഇന്ത്യൻ സർക്കാരിൽ നിന്ന് അംഗീകാരങ്ങൾ നേടുക അസാധ്യമാണെന്ന് അവർ പരാമർശിച്ചു. മോദി സർക്കാരിന്റെ നയമാറ്റങ്ങളെക്കുറിച്ചുള്ള IBയുടെ രഹസ്യ റിപ്പോർട്ടുകൾ അവർ തന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ തൗഖീർ 13 തവണ ഇന്ത്യ സന്ദർശിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. കോൺഗ്രസ് നേതാവും ലോക്സഭാ MPയുമായ ഗൗരവ് ഗൊഗോയ്ക്കും ഭാര്യ എലിസബത്ത് ഗൊഗോയ്ക്കുമെതിരെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം രൂക്ഷമാവുകയാണ്. ഈ വിഷയത്തിൽ BJP ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ ചോദ്യം ചെയ്തു. ഗൗരവ് ഗൊഗോയ്ക്ക് പാകിസ്ഥാനുമായി നേരിട്ടും അല്ലാതെയും ബന്ധമുണ്ടെന്ന് BJP ആരോപിക്കുകയും ഇത് സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ ആസൂത്രണ കമ്മീഷന്റെ ഉപദേഷ്ടാവായ അലി തൗഖീർ ഷെയ്ഖുമായി എലിസബത്ത് കൗൾബേർഡ് ഗൊഗോയ്ക്ക് ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന കാര്യം ശരിയാണോ എന്ന് BJP നേതാവ് ചോദിച്ചു. ഗൗരവ് ഗൊഗോയുടെ പാകിസ്ഥാൻ യാത്രയ്ക്ക് ആഭ്യന്തര മന്ത്രാലയം സൗകര്യമൊരുക്കിയോ എന്നും സന്ദർശനത്തിന് നിയമസാധുത നൽകാൻ അവർ ശ്രമിച്ചോ എന്നും പ്രദീപ് ഭണ്ഡാരി ചോദിച്ചു. ഗൗരവ് ഗൊഗോയ് തന്റെ ഫോൺ അന്വേഷണത്തിനായി സ്വമേധയാ സമർപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനു പുറമെ പാകിസ്ഥാനോടുള്ള സ്നേഹം മൂലം ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങളിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തുവെന്നും BJP നേതാവ് പ്രദീപ് ഭണ്ഡാരി കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തന്റെ ഭാര്യ എലിസബത്ത് കൗൾബേർഡ് ഗൊഗോയ്ക്കെതിരെ നടത്തിയ ആരോപണങ്ങളെ കോൺഗ്രസ് അസം പ്രസിഡന്റും ലോക്സഭാ MPയുമായ ഗൗരവ് ഗൊഗോയ് ഞായറാഴ്ച നിഷേധിച്ചു. എന്നാൽ ആരോപണങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ മറുപടിയൊന്നും
പറഞ്ഞിട്ടില്ല. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.